ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 110cc വണ്ടി നമുക്ക് വർക്കിന് കയറ്റിയിട്ടുണ്ട്. അത് ജനറൽ സർവീസ് ആയിട്ടാണ് പറഞ്ഞത്. ജനറൽ സർവീസ് ചെയ്യണം, വാട്ടർ സർവീസ് ചെയ്യണം, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം. ഇത്രയും കേസാണ് പറഞ്ഞാണ് വർക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് വണ്ടിക്ക് വലിയ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു ചതയണ രീതിയിലൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ടാവും വണ്ടി ഓടിക്കുന്ന സമയത്ത്. ടെസ്റ്റ് ഡ്രൈവ് നടത്തിയപ്പോൾ നമ്മൾ കയറ്റി സർവീസിൻ്റെ ഭാഗമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക് വീല് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. അപ്പോൾ ബ്രേക്ക് ലൈൻഡർ നമുക്ക് ഈ പറഞ്ഞ പോലെ വലിയ പഴക്കമുള്ള ലൈൻഡറല്ല, പക്ഷേ ഈ ഹബ്ബിന് തേയ്മാനം ഉള്ളതുകൊണ്ട് ഹബ്ബിന് കാലപ്പഴക്കത്തിൻ്റേതായിട്ടുള്ള തേയ്മാനം വന്നിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് പോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 100% നമുക്ക് ഈ ലൈൻഡർ ഉപയോഗിച്ച് തീർക്കാനായിട്ട് പറ്റില്ല, ഇടയ്ക്ക് മാറ്റേണ്ടതായിട്ട് വരും. ഇപ്പോൾ നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിടാം, എന്നാൽ പോലും അടുത്ത സർവീസിനുള്ളിൽ തന്നെ നമുക്കത് മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ പിന്നീട് നമുക്ക് മാറ്റണ സമയത്ത് ലൈൻഡർ മാറ്റുന്ന സമയത്ത് ലൈൻഡറും ഈ ഒരു ഹബ്ബ് യൂണിറ്റും കൂടി മാറ്റിക്കളയാം. അതായത് റിമ്മോ ഇല്ല, ഇത് ഇവിടെ നിന്ന് ഈ 4 ബോൾട്ട് അഴിച്ച് കഴിഞ്ഞാൽ നെട്ട് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹബ്ബ് മാറ്റാൻ കിട്ടും. അപ്പോൾ ഹബ്ബും ലൈൻഡറും കൂടി മാറ്റിയിടണമാണ് നല്ലത് കേട്ടോ. കാരണം അതല്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഈ ലൈൻഡറുകൾ മാറ്റിയിട്ടാലും പരമാവധി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല, അതിനുള്ളിൽ തന്നെ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. പിന്നെ ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റുമാണ്. അതിൻ്റെ ബെയറിങ് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, അത് എവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ബെയറിങ് ഇത് എത്രയും പ്ലേ കാണിക്കുന്നുണ്ട്, ഇത് എത്ര ഷെയ്ക്ക് അതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെയാണ് ആ ബ്രേക്ക് ചതയണ പോലെ കാണിക്കുന്നതിൻ്റെ കാരണം അതാണ്. അത് എത്രയും ബെയറിങ് പോയി കിടന്നിട്ടാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അഴിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് ഫുള്ളായിട്ട് അഴിച്ചിട്ട് വേണം നമുക്ക് അതിൻ്റെ ബെയറിങ് മാറ്റണമെങ്കിൽ. അത് മാറ്റിയില്ലെങ്കിൽ ഇപ്പോഴത്തെ സ്റ്റേജിൽ ബെയറിങ്ങിൻ്റെ പ്ലേ കാണിച്ച് നമുക്ക് ബ്രേക്ക് ചതയണ പോലെയാണ് കാണിക്കുന്നത്. കുറേ കൂടി പോകുന്തോറും ഇനി കംപ്ലയിൻറ്റ് പെട്ടെന്നായിരിക്കും വരാം. കുറേ കൂടി പോകുന്തോറും നമുക്ക് ഇപ്പോൾ അഴിക്കുകയാണെങ്കിൽ ഒരു ബെയറിങ് മാറ്റിയാൽ മതി. മറ്റേന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് പോയി കിടന്ന് ഓടുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ബെയറിങ്ങൾ പോകും, അങ്ങനത്തെ പ്രോബ്ലംസ് വരും. അപ്പോൾ കൈയോടെ തയ്ച്ച് മാറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചേക്കുന്നതാണ്. കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണം, പുതിയ ഫിൽറ്ററാണ് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഉള്ളൂ. ക്ലച്ച് യൂണിറ്റ് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ചിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ വേണ്ടി അഴിക്കണതാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഇവിടുത്തെ സൈഡിലത്തെ ഓയിൽസീൽ ആരംഭമാണ് ലീക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൈയോടെ നമുക്കത് മാറ്റിയിടാം. പിന്നെ ക്ലച്ച് സൈഡിൽ നിന്ന് ഈ വന്ന വീല് കംപ്ലൈൻറ്റ് ഉണ്ട്, അതിൻ്റെയാണ് നമുക്ക് ഒരു വലിയ വ്യത്യാസം കാണിക്കുന്നത്. അതായത് വന്ന അലുമിനിയം വീലുണ്ട്, അതും ഈ ബോസ് ഡ്രൈവും തമ്മിൽ അത്യാവശ്യം പ്ലേ കാണിക്കുന്നുണ്ട്. ഇത് എത്ര ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെയാണ് നമുക്കൊരു വണ്ടി ഒരു സൗണ്ട് വ്യത്യാസവും ഒരു വലിയ വ്യത്യാസം കാണിക്കണം, അതിൻ്റെയാണ്. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റും ഈ പറഞ്ഞ രീതികൾ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. കമ്പനി ബെൽറ്റ് അല്ല കിടക്കണേ, ഈ കിടക്കുന്നത് തന്നെ ഓൾറെഡി പൊട്ടിയിട്ടൊക്കെ ഇരിക്കണം കേട്ടോ. ഇതുമ്പോൾ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റാണ്. അത് തന്നെ സെൻട്രൽ ഭാഗത്ത് ഇവിടെ പൊട്ടിയിരിക്കണേ. അപ്പോൾ കൂട്ടത്തിൽ കൂടെ അത് മാറ്റിയിടാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ്. കാരണം അതല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ബെൽറ്റ് പൊട്ടി വഴിപ്പെടുന്നൊരു സിറ്റുവേഷൻ വരും. പിന്നെ അതിൻ്റെ ക്ലച്ച് യൂണിറ്റൊക്കെ ജസ്റ്റ് ഒന്ന് അഴിച്ച് ഫുള്ള് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ ബെൻഡെക്സൊക്കെ ചെക്ക് ചെയ്തു, നല്ലതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെയും കവർ ഗ്യാസ്കറ്റിൽ ലീക്കായിട്ട് ഓയിൽ താഴേക്ക് വന്നുണ്ട്, താഴേക്ക് ചാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിച്ചിട്ട് ആ കവർ ഗ്യാസ്കറ്റും അതിൻ്റെ മൗണ്ട് റബ്ബറും മാറ്റി റീസെറ്റ് ആക്കാം. ചോക്കിൻ്റെ കേബിൾ ചെക്ക് ചെയ്തു, ആക്സിലേറ്ററിൻ്റെ കേബിളും ചെക്ക് ചെയ്തു. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ്സ് ഒന്നും നിലവിൽ പറഞ്ഞിട്ടില്ല. നമ്മൾ ഓടിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. മിസ്സിങ്ങോ അല്ലെങ്കിൽ വേറെ പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കാർബറേറ്റർ നമ്മൾ അഴിക്കേണ്ട ആവശ്യമില്ല. ജനറലായിട്ടുള്ള സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് വരുന്നില്ല, നമ്മളത് അഡീഷണൽ ചെയ്യേണ്ട കേസാണ്. പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് തൊടാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അതേപോലെ എൻജിൻ ഈ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഭാഗം നമ്മൾ വീലിൻ്റെ ഭാഗമൊക്കെ നമ്മൾ അഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ബുഷുകളൊക്കെ ഗ്രീസ് ചെയ്യാൻ വേണ്ടി അഴിച്ചാണ്. അപ്പോൾ നിലവിൽ ബുഷുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടിലത്തെ ലൈൻഡർ ആയാലും പുതിയ ലൈൻഡർ കിടക്കണേ, കമ്പനി ലൈൻഡർ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെ കേട്ടോ. കേബിളുകളൊക്കെ ആയാലും പുതിയതാണ്. ഫ്രണ്ട് വീൽ ബെയറിങ് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. ടയർ പുതിയതാണ് ഫ്രണ്ടിലത്തെ. അപ്പോൾ ഫ്രണ്ട് അങ്ങനെ വേറെ പറയത്തൊക്കെ കംപ്ലയിൻറ്റ്സ് ആയിട്ടൊന്നും നിലവിൽ കാണുന്നില്ല. ഇവിടെ നമുക്ക് പിന്നെ ഈ ഹാൻഡിൽ കവറിൻ്റെ ഭാഗത്തെ ഈ ബാക്കിലത്തെ സ്ക്രൂ ചെയ്യണ ഭാഗമൊക്കെ പൊട്ടിപ്പോയിട്ട് ഇവിടെ ചെറിയ ഷെയ്ക്കിംഗ് ഒക്കെ ഉണ്ട്. തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പിടിപ്പിക്കാം. ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്ത് കൊണ്ടുണ്ട് കേട്ടോ. ബാറ്ററി നമുക്ക് ഇരിക്കുന്നത് SF സോണിക്കിൻ്റെ ആയിട്ടാണ് കാണുന്നത്. SF സോണിക്കിൻ്റെ ബാറ്ററിയാണ്. ഞാനതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 12.87 വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 8.32 വന്നിട്ട് 8.8 വന്നിട്ടുണ്ട്. 8.5 വോൾട്ട് കാണിച്ച് കഴിഞ്ഞാൽ 8.5 വോൾട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ വന്നുണ്ട്, അപ്പോൾ 7.7 വന്നുണ്ട്. അപ്പോൾ വലിയ താമസമില്ലാണ്ട് നമ്മുടെ ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് കൊണ്ട് വണ്ടി സെൽഫ് സ്റ്റാർട്ടർ ആവാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കംപ്ലയിൻറ്റ് കാണിച്ചിട്ടൊക്കെ നോക്കിയാൽ മതി. പക്ഷേ പ്രോബ്ലം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലയിൻറ്റ് കണ്ടത് ഞാൻ ഇൻഫോം ചെയ്തു എന്നുള്ളൂ കേട്ടോ. പിന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്, ഓയിൽ ചേഞ്ചിൻ്റെ ടൈമാണ്. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അപ്പം നിലവിൽ ജനറലായിട്ടുള്ള സർവീസാണ്. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമുക്ക് അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ
ഗിയർ ബോക്സ് അഴിക്കേണ്ട ഒരു കംപ്ലയിൻ്റ് ഉണ്ട്, ഗിയർ ബോക്സ് വേറെയും പോയി കിടക്കുകയാണ്. പിന്നെ ക്ലച്ചിൽ ആ വീൽ കംപ്ലയിൻ്റ് ഉണ്ട്, ബെൽറ്റ് കംപ്ലയിൻ്റ് ഉണ്ട്, അതൊക്കെയാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. പിന്നെ ആ ഓയിൽ സീൽ, ഹെഡ് കവറിൻ്റെ ബീഡിങ്, അതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി തരാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ചെയ്തേക്കണം കേട്ടോ.